ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന നോമ്പുകാല ധ്യാന ചിന്തകളിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 53-54 തിരുവചനങ്ങൾ. അവർ യേശുവിനെ മഹാപുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുപോയി. യേശുവിൻ്റെ അടുക്കൽ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും എല്ലാം വന്നുകൂടിയിരുന്നു. പത്രോസ് മഹാപുരോഹിതൻ്റെ അരമനയ്ക്കകത്തോളവും യേശുവിനെ ദൂരവേ അനുഗമിച്ചു. ഭൃത്യന്മാരോട് ചേർന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്നു. കർത്താവിൽ പ്രിയരെ, നോമ്പുകാല ധ്യാന ചിന്തകളിൽ കഴിഞ്ഞ ചില ദിവസങ്ങളായി നാം പത്രോസ് എന്ന കർത്താവിൻ്റെ പ്രിയ ശിഷ്യൻ യേശുവിനെ തള്ളിപ്പറയുവാൻ 1-2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം ഒരു സ്ത്രീയുടെ മുമ്പിലും മറ്റൊരു പുരുഷൻ്റെ മുമ്പിലും മറ്റു ചിലരുടെ മുമ്പിലും തള്ളിപ്പറയുവാൻ കാരണമായ വീഴ്ചയുടെ കാരണങ്ങളാണ് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം പത്രോസിൻ്റെ ദുഷിച്ച സംസർഗത്തെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. പത്രോസിൻ്റെ കൂട്ടായ്മ, സഹവാസം ആരോടൊപ്പമായിരുന്നു? പ്രത്യേകിച്ച് തൻ്റെ ഗുരുനാഥനെ ക്രൂശിക്കുവാനായി ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയിരിക്കുകയാണ്. ആ സമയം പത്രോസ് എന്തു ചെയ്യുകയായിരുന്നു? ഗുരുവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനോ ഗുരുവിനെ വിടുവിക്കുവാൻ എന്തെങ്കിലും പരിശ്രമം നടത്തുന്നതിന് പകരം പത്രോസ് ഇവിടെ അല്പം തീ കാഞ്ഞ് ആശ്വസിക്കുകയാണ്. ഇപ്പോൾ തീ കാഞ്ഞ് ആശ്വസിക്കേണ്ട സമയമാണോ? പത്രോസ് ഇവിടെ അതാണ് ചെയ്യുന്നത്. ഭൃത്യന്മാരോട് ചേർന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ലും ഇത് ആവർത്തിക്കുന്നുണ്ട്. അന്ന് കുളിരാകൊണ്ട് ദാസന്മാരും ചേവകരും കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു. പത്രോസും അവരോടുകൂടെ തീ കാഞ്ഞുകൊണ്ടിരുന്നു. പത്രോസ് ഇവിടെ അല്പം ആശ്വാസം തേടുകയാണ്. ഈ സമയത്താണോ പത്രോസ് ആശ്വാസം തേടേണ്ടത്? ഒരു അനർത്ഥകാലത്ത്, ഒരു അപകടകാലത്ത്, ഒരു ശോധനയുടെ പരീക്ഷയുടെ കാലത്ത് അതിനെ അതിജീവിക്കുവാനുള്ള പ്രാർത്ഥനയും പരിശ്രമവും നടത്തുന്നതിന് പകരം പത്രോസ് ഇവിടെ യേശുവിൻ്റെ ശത്രുക്കളോട് ചേർന്ന് അല്പം ആശ്വസിക്കുകയാണ്. തീ കാഞ്ഞ് ആശ്വാസം പ്രാപിക്കുകയാണ്. ഇവിടെ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന സന്ദേശം, നാം പലപ്പോഴും പരിസരം മറന്ന് പ്രവർത്തിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്, ആലോചിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, ചില ഇടപെടലുകൾ നടത്താറുണ്ട്. പത്രോസിനോടെ പറ്റിയ അബദ്ധം നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. അനവസരത്തിലെ തീ കാഞ്ഞ് ആശ്വസിക്കൽ, ഇത് പത്രോസിൻ്റെ കുറവായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ടെത്തുവാനായിട്ട് പരിശ്രമിക്കാം. അനവസരത്തിൽ നാം എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? അത് നമ്മുടെ വാക്കിൽ, പ്രവൃത്തിയിൽ, ചിന്തയിൽ, ഇടപെടലുകളിൽ, ഹൃദയ നിരൂപണങ്ങളിൽ അറിഞ്ഞും അറിയാതെയും അവസരം ലഭിച്ചാൽ
പാപം ചെയ്യുന്നവരാണോ നാം? ചിന്തിക്കുക, ധ്യാനിക്കുക. 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ദുഷ്ടന്മാരോട് കൂടെ നിൽക്കുവാനും പാപികളുടെ വഴിയിൽ നിൽക്കുവാനും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും നാം നമ്മെ തന്നെ സൂക്ഷിക്കണമെന്നാണ്. പത്രോസ് ഇവിടെ യേശുവിൻ്റെ ശത്രുക്കളായ ദുഷ്ടന്മാരോടൊപ്പം സഹവാസവും കൂട്ടായ്മയും ആചരിച്ചുകൊണ്ട് തീ കാഞ്ഞ് ആശ്വസിക്കുകയാണ്. പത്രോസിന് പറ്റിയ അബദ്ധം നമുക്ക് പറ്റാതിരിക്കട്ടെ. ആമേൻ.